الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ്റെ പഠനശാസ്ത്രമായ ഉലൂമുൽ ഖുർആൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു അഭിപ്രായം, അവ്വൽ സൂറത്തിൻ നുസിലത്ത് അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഅ നസലൽ മദീന, പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ പ്രവാചകന് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ മുത്തഫിഫീനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാത്രം മനസ്സിലാക്കിയിട്ടുള്ള വലിയ ആശയങ്ങളുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത തലങ്ങളുള്ള ഓരോ ആയത്തുകളും ഉള്ളടങ്ങിയ ഒരു സൂറത്താണ് സൂറത്തുൽ മുത്തഫിഫീൻ. അതുകൊണ്ട് തന്നെ മദീനയിൽ ഒരു സമൂഹം, ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടായപ്പോൾ സാമൂഹികമായ ആദ്യത്തെ പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് വേണ്ടി നൽകിയത് സൂറത്തുൽ മുത്തഫിഫീനിലൂടെയാണ്. സൂറത്തുൽ മുത്തഫിഫീൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവരെ പറ്റി മാത്രമാണ് ചിന്ത വരിക. മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ കുറവ് വരുത്തുകയും കള്ളത്തരം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്നാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ ഒരു അർത്ഥം തന്നെയാണ്. സാമൂഹികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കച്ചവടത്തിലുള്ള കൃത്രിമം. അത് ഇല്ലാതെയാക്കുക, ഏറ്റവും നല്ല രൂപത്തിൽ വാണിജ്യ വ്യവസായ മേഖല നന്മയിലേക്ക് കൊണ്ടുവരിക, ധാർമ്മികതയിലേക്ക് കൊണ്ടുവരിക എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൽ ഒതുങ്ങുന്നുണ്ടോ യഥാർത്ഥത്തിൽ സൂറത്തുൽ മുത്തഫിഫീൻ? വൈലുല്ലിൽ മുത്തഫിഫീൻ, മുത്തഫിഫുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. അവർക്ക് നാശം ഉണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് നാശമുണ്ടാവാൻ കാരണം എന്താണ്? അല്ലദീന ദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് തൂക്കി വാങ്ങുമ്പോൾ, അളന്നു വാങ്ങുമ്പോൾ അവർക്ക് എത്രത്തോളം പൂർത്തീകരിച്ച് സമ്പൂർണതയോടുകൂടി വാങ്ങാൻ കഴിയോ ആ രൂപത്തിൽ ഇങ്ങോട്ട് വാങ്ങും. അതേസമയം ഇദാ കാലൂഹും വസനുഹും യുഖ്സിറൂൻ, ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് കുറവ് വരുത്തും. അളക്കുമ്പോഴും തൂക്കുമ്പോഴും ഒക്കെ വാങ്ങിയ അതേപോലെയല്ല അങ്ങോട്ട് കൊടുക്കുക, എന്തെങ്കിലും ഒരു കുറവ് വരുത്തിക്കൊണ്ട് ആണ് അവർ കൊടുക്കുക. എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ ലിയൗമിൻ അളീം, ഭയാനകരമായൊരു ദിവസത്തിൽ അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്ന ചിന്ത അവർക്കില്ലേ? പരലോകത്തെ പറ്റി അവർ ചിന്തിക്കുന്നില്ലേ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെപ്പറ്റി അവർക്ക് ബോധമില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ വൈലുല്ലിൽ മുത്തഫിഫീൻ,
കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്നാണ് യഥാർത്ഥത്തിൽ പരിഭാഷയിൽ നമ്മൾ കാണാം. പക്ഷേ ഈ വൈല് നാശമെന്ന് പറയുന്നതിന് കുറച്ചുകൂടി അഗാധമായൊരു അർത്ഥമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നഹു വാദിം ഫി ജഹന്നം യസ്വീലു ഫീഹി സ്വദീദു അഹ്ലിന്നാർ. വൈല് എന്ന് പറഞ്ഞാൽ നരകത്തിലൊരു താഴ്വരയാണ്. ആ താഴ്വരയിൽ നരകവാസികളുടെ രക്തവും ചലവുമൊക്കെ ഒലിച്ചു വരുന്ന ആ ഒരു മ്ലേച്ഛതകൾ മുഴുവൻ കുന്നുകൂടുന്ന ഒരു താഴ്വരയിലായിരിക്കും കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന മുത്തഫിഫുകളായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ, ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുവോളം, ഒരു സമൂഹത്തെ അധാർമികതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുവോളം അത്രയും ഭയാനകരമായ ഒരു കുറ്റകൃത്യമാണത് എന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആ തത്ഫീഫ് എന്ന് പറയുന്നത്, മുത്തഫിഫ് എന്ന് പറയുന്നവൻ അവിടെ ഒതുങ്ങുന്നില്ല. അൽ മുത്തഫിഫ് മഅഖൂദും മിന തത്ഫീഫ്. തത്ഫീഫ് എന്ന് പറയുന്ന, തൊഫീഫ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് മുത്തഫിഫ് എന്ന് പറഞ്ഞ പദം ഉണ്ടായിട്ടുള്ളത്. വഹുവൽ ഖലീൽ, അതിൻ്റെ അർത്ഥം കുറച്ച് എന്നാണ്. വൽ മുത്തഫിഫ്, അപ്പം മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ ഹുവൽ മുഖില്ലു ബിഹഖി സ്വാഹിബിഹി ബിനുഖ്സാനിഹി അനിൽ ഹക്ക്. ഒരു മനുഷ്യന് കൊടുക്കാൻ അർഹതപ്പെട്ടതിലും കുറച്ച് കൊടുക്കുകയും എന്നിട്ട് സ്വന്തമായി എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് കൂടുതൽ എടുക്കുകയും ചെയ്യുന്നവൻ, അതാണ് യഥാർത്ഥത്തിൽ മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ. അങ്ങോട്ട് കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നന്മ അല്ലെങ്കിൽ കടമ അല്ലെങ്കിൽ അവകാശം, ബാധ്യത മാത്രം നിർവഹിക്കും. ഇങ്ങോട്ടെടുക്കുമ്പോൾ എത്രത്തോളം ഉദാരത നമുക്ക് വേണോ, എത്രത്തോളം കൂടുതൽ നമുക്ക് വേണോ, അതിനനുസരിച്ച് ഇങ്ങോട്ടെടുക്കുകയും ചെയ്യും. ഈ സ്വഭാവത്തെയാണ് മുത്തഫിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ധാന്യം കോരാണെങ്കിൽ പാത്രത്തിൽ പൊന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടാവും. ഇങ്ങനെ അരിയും ഗോതമ്പും എന്തൊക്കെ നമ്മൾ അളക്കുന്നുണ്ടോ അതിൽ ഇങ്ങനെ കുന്നുകൂടി നിൽക്കുന്ന ഭാഗം, ആ ഭാഗം കൂടിയാണ് ഇങ്ങോട്ടെടുക്കുമ്പോൾ അയാൾ എടുക്കുക. അതേസമയം ജനങ്ങൾക്ക് കൊടുക്കുമ്പോഴോ ആ തൂക്കിയ പാത്രത്തിൻ്റെ മുകൾ ഭാഗം അങ്ങോട്ട് വടിച്ചു കളയും. എന്നിട്ട് ആ പാത്രത്തിൻ്റെ അളവ് അതിൻ്റെ മുകൾ ഭാഗത്തിന് ഒപ്പിച്ചുകൊണ്ട് ആണ് അയാൾ തിരിച്ചു കൊടുക്കുക. തഫ്സീറുകളിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഒരു കുപ്പിയിൽ നിറച്ചൊരു സാധനം വാങ്ങുകയാണെങ്കിൽ ആ കുപ്പിയുടെ മൂടി വരെ എത്തുന്ന രൂപത്തിലായിരിക്കും ഇങ്ങോട്ട് വാങ്ങുക. അതേസമയം കൊടുക്കുന്ന സമയത്ത് ആ കുപ്പിയുടെ മൂടിയിൽ നിന്ന് കുറച്ച് താഴെയായിരിക്കും അയാൾ കൊടുക്കുക. ഇത് യഥാർത്ഥത്തിൽ ഇത്ര ഗൗരവമുള്ള കാര്യമാണോ എന്ന് നമുക്കത് ചിലപ്പോൾ തോന്നും. പക്ഷേ ഇതൊരു മനുഷ്യൻ്റെ സൈക്കോളജിയാണ്, ഒരു മനുഷ്യൻ്റെ മനസ്സിലെ നന്മയും തിന്മയുമാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് മുഫസ്സിറുകളും അതുപോലെ തന്നെ മുഹദ്ദിസുകളും ഒക്കെ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം ഈ തത്ഫീഫ് എന്ന് പറയുന്നത്, മുത്തഫിഫ് എന്ന് പറയുന്നത് കേവലം കൃത്രിമമല്ല, നേരെ മറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സില്ലായ്മയാണ്. അൾട്രൂയിസം എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ നന്മ, അപരനെ പരിഗണിക്കാനും അപരന് ഉദാരത ചെയ്യാനും മറ്റുള്ളവന് മുൻഗണന നൽകാനും ഒക്കെയുള്ള മനസ്സ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഈ തത്ഫീഫ് എന്ന് പറയുന്നത്. ത്യാഗശീലമില്ലായ്മ, അപരനെ മുന്തിക്കാൻ കഴിയായ്മ, മറ്റുള്ളവർക്ക് ഉദാരത നൽകാൻ കഴിയായ്മ. അതേസമയം സ്വന്തം കാര്യം വരുമ്പോൾ ഈ വികാരങ്ങളൊക്കെ ഉണ്ട്. താനും തൻ്റെ കുടുംബവും തൻ്റെ ആൾക്കാരുമാണെങ്കിൽ ഇവിടെ ഉദാരത വേണം, നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം, അവകാശങ്ങളും അതിൻ്റെ മുകളിൽ നന്മയും കിട്ടണം എന്നാഗ്രഹിക്കുന്നു. അതേസമയം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതില്ല. ഈ ലാഭക്കൊതി കച്ചവടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ബന്ധങ്ങളിലേക്ക് തത്ഫീഫ് വരും. അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒന്നുമില്ല, നന്മകളും ബാധ്യത മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാധ്യതക്കപ്പുറം നന്മ കൊടുക്കാൻ ആഗ്രഹമില്ല, ഉദാരത അങ്ങോട്ട് ചെയ്യില്ല. നേരെ മറിച്ച് ഇങ്ങോട്ട് ബന്ധങ്ങളിൽ ഇങ്ങോട്ട് കിട്ടേണ്ടതൊക്കെ പൂർണ്ണമായ രൂപത്തിൽ, നന്മകൾ നിറഞ്ഞ രൂപത്തിൽ ഇങ്ങോട്ട് കിട്ടണം. നമ്മളെ പെരുമാറ്റത്തിൽ അതുണ്ടാകും. മറ്റുള്ള സഹജീവികളോടുള്ള പെരുമാറ്റത്തിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു ഉദാരതയില്ല, ഇങ്ങോട്ട് തരുമ്പോൾ, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അതിലെല്ലാം പൂർത്തീകരിച്ച് എല്ലാ ബാധ്യതയും കഴിച്ച് ഉദാരതയും കൂട്ടിയിട്ടേ ഇങ്ങോട്ട് വാങ്ങുള്ളൂ. ഈ സ്വഭാവം എല്ലാത്തിലുമുണ്ട് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയാണ്, അത്തത്ഫീഫു ഫിൽ കൈലി വൽ വസ്നി വൽ വുദൂഇ വസ്സലാത്ത് വൽ ഹദീസ്. തത്ഫീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അളവിലും തൂക്കത്തിലും വുദൂഇലും നമസ്കാരത്തിലും സംസാരത്തിലും എല്ലാത്തിലും തത്ഫീഫ് വരും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നു, വയുഖാലു ലികുല്ലി ഷൈഇൻ വഫാഉൻ വതത്ഫീഫുൻ. നമ്മളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഈ തത്ഫീഫും അതുപോലെ തന്നെ തത്ഫീഫ് ഇല്ലായ്മയും ഉണ്ടാകും.
ആളുകൾക്ക് ഉദാരതയും ഉണ്ടാകും, ഉദാരത കൊടുക്കുന്ന സ്വഭാവം ഉണ്ടാവും. ഉദാരതയില്ലായ്മ അതും ഉണ്ടാകും, ത്യാഗശീലമില്ലായ്മയും ഉണ്ടാകും. അത് ജീവിതത്തിൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അളവിലും തൂക്കത്തിലും ഈ ഉദാരതയില്ലായ്മ, ഈ സ്വാർത്ഥത ഒതുങ്ങി നിൽക്കുന്നില്ല. നേരെ മറിച്ച് ഈ സ്വഭാവം നമ്മൾക്ക് കച്ചവടത്തിലുണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ മേഖലയിലും ഉണ്ടാവും. എല്ലാ മേഖലയിലേക്കും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. സ്വന്തത്തിന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ സ്വന്തം സഹോദരന് വേണ്ടി ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവില്ല. നമുക്ക് കിട്ടുമ്പോൾ നല്ല ലാഭത്തിൽ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ മറ്റുള്ളവന് കിട്ടുമ്പോൾ അവന് നഷ്ടത്തിൽ കിട്ടണമെന്ന ആഗ്രഹം അതൊരു വിശ്വാസിയുടെ സ്വഭാവമല്ല. നമ്മൾ വിശ്വാസിയായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ ഉമ്മയും ഭാര്യയും അതുപോലെ തന്നെ മറ്റുള്ളവരോടൊക്കെ അവരോട് പെരുമാറുന്ന സമയത്ത് അവരെങ്ങനെയൊക്കെ ഇസ്ലാമികമായി നന്മയോടുകൂടി നമ്മളോട് പെരുമാറണോ ആ ബാധ്യതയനുസരിച്ച് തന്നെ അവരിങ്ങോട്ട് പെരുമാറണം. അതിൽ നിന്നൊന്ന് തെറ്റിയാൽ നമ്മൾ ഖുർആൻ ഓതും, നമ്മൾ ഹദീസ് പറഞ്ഞു കൊടുക്കും. നമ്മളുടെ മക്കളോട് നമ്മൾ പെരുമാറുമ്പോൾ അവർ എന്തെങ്കിലും അവകാശത്തിൽ വത്സം വരുത്തുകയോ അവർ എന്തെങ്കിലും ഒരു പെരുമാറ്റത്തിൽ മോശം വരികയോ ചെയ്താൽ നമ്മൾ ഖുർആനും ഹദീസും ഉദ്ധരിക്കും. പക്ഷേ നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള സ്നേഹവും കാരുണ്യവും ഒക്കെ എത്തുമ്പോൾ അവിടെ ഖുർആനും ഹദീസും നമുക്ക് ഓർമ്മയില്ല. അവിടെ നമ്മളുടെ കൃത്യവിലോപം നമുക്ക് സംഭവിക്കുകയാണ്. നമ്മളുടെ കർത്തവ്യം നമ്മൾ മറന്നുപോവുകയാണ്. നമ്മൾ ഉമ്മയും വാപ്പയും ഒരു ബസ്സിൽ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഭാര്യ, നമ്മളുടെ വയസ്സായ ഉമ്മ നമ്മളോടൊപ്പം ഒരു ബസ്സിൽ കയറി അവിടെ ഒരു സീറ്റിൽ, ആണുങ്ങളുടെ സീറ്റാണ്, ആ ആണുങ്ങളുടെ സീറ്റിൽ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഉമ്മയും വാപ്പയും നിൽക്കുകയാണ്, നമ്മളുടെ ഉമ്മയും ഭാര്യയൊക്കെ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ചിന്ത എന്തായിരിക്കും? കുറച്ച് കാരുണ്യം സ്ത്രീകളോട് കാണിച്ചൂടെ? സീറ്റ് ആണുങ്ങളുടെ ആണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതൊരു മാന്യതയല്ലേ, ഒരു നന്മയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അതേസമയം നമ്മളാണ് ഇരിക്കുന്നതെങ്കിലോ, വേറെ ആരുടെയോ ഉമ്മയോ അതുപോലെ തന്നെ ഭാര്യയൊക്കെയാണ് അവിടെ നിൽക്കുന്നതെങ്കിലോ, അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇതെൻ്റെ അവകാശമാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് പുരുഷന്മാരെന്നാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പം മറ്റുള്ളവർ നമ്മളോട് ഉദാരത ചെയ്യണം, മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരുപാട് നന്മകൾ കിട്ടണം. പക്ഷെ അങ്ങോട്ട് കൊടുക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കുന്ന സ്വാർത്ഥത നമ്മളുടെ ഓരോ പെരുമാറ്റത്തിലും വരുന്നില്ലേ? ഇപ്പം നിങ്ങൾ നോക്കുക, ഒരു ഫയൽ ഒരു ഗവൺമെൻറ് ഓഫീസിലാണെങ്കിൽ ഒരു ഫയൽ റെഡിയാക്കി കിട്ടാൻ ഒരു മനുഷ്യനെ എത്രയാണ് നടത്തുക? അതിലൊരു വള്ളി തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പേപ്പർ അത് കൂടുതൽ വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ കുറേ സാങ്കേതികത പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ഇടങ്ങേറാക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ ഫയലാണ് അത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലൊരു ഫയലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പേപ്പർ ആ മറ്റു അന്യനോട് നിർദ്ദേശിച്ച ഉണ്ടാക്കാൻ പറഞ്ഞ അതേ പേപ്പർ അത് വേണ്ടെന്ന് പറയും, അത് വേണ്ടെന്ന് വെക്കും. ഇത് യഥാർത്ഥത്തിൽ തത്വീഫല്ലേ? ഇത് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഉദാരത ചെയ്യാനുള്ള പിശുക്കും നമ്മളോടും നമ്മളുടെ കുടുംബത്തോടും നമ്മളുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ വിട്ടുവീഴ്ചയും ഉദാരതയും ചെയ്യുന്ന മനസ്സും ഇതന്നെയല്ലേ തത്വീഫ്? ഇത് കച്ചവടത്തിൽ മാത്രമല്ല, എല്ലാത്തിലും ഉണ്ടാവും. കിട്ടാനുള്ള കടമാണെങ്കിൽ അതിൽ കാർക്കശ്യം ഉണ്ടാവും, കൊടുക്കാനുള്ള കടമാണെങ്കിൽ, വീട്ടാനുള്ള കടമാണെങ്കിൽ അവിടെ നമുക്ക് ഉദാരതയെ പറ്റിയായിരിക്കും സംസാരിക്കേണ്ടവ. ഇപ്പം നിങ്ങൾ നോക്ക്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം നല്ല മറവിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ സ്വഹാബിയാണ്. പക്ഷെ അദ്ദേഹത്തിന് നല്ല മറവിയാണ്. അപ്പോൾ ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹവുമായി യുദ്ധത്തിന് പോയ സംഭവമൊക്കെ നമുക്കറിയാം. സിഫീൻ യുദ്ധവും ജമൽ യുദ്ധമൊക്കെ നടത്തുന്നത് നമുക്കറിയാം. അപ്പോൾ ജമൽ യുദ്ധത്തിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു എതിരായിക്കൊണ്ട് നിന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ആ ഹദീസ് ഓർമ്മില്ലേ? ഞാനും താങ്കളും നബിയോടൊപ്പം ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു തെറ്റ്, ഒരു കശപിശ ഉണ്ടാകും, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ പരസ്പരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഭാവിയിൽ അങ്ങനെ ഉണ്ടാകുമെന്ന ഭാവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഓർമ്മയില്ലേ? അന്ന് എൻ്റെ ഒപ്പം നിൽക്കാൻ, എനിക്കെതിരെ നിൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഓർമ്മയില്ലേ? അദ്ദേഹം അപ്പോഴാണ് ഓർക്കുന്നത്, ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ജീവിക്കുന്ന കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറവി എത്രത്തോളാണ്. അപ്പോൾ ഈ മറവി അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ മകൻ മരിക്കുന്ന സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുകൾക്ക് കടം വീട്ടാനുണ്ട് എന്നാണ് എൻ്റെ ചിന്ത, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല, വരുന്ന എല്ലാവരും
മദീനയിലേക്കും മക്കയിലേക്കും ഹജ്ജിനും ഉംറക്കൊക്കെ വേണ്ടി വരുന്ന എല്ലാ സ്വഹാബികളോടും ചോദിക്കണം, എത്രയാണ് ഞാൻ കടം വീട്ടാനുള്ളത്, ചോദിച്ചറിഞ്ഞ് അതൊക്കെ വീട്ടണം, എൻ്റെ വീട് വിറ്റിട്ടാണെങ്കിലും നീ അത് വീട്ടണം എന്ന് മകനോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം മകൻ മരണത്തിന് ശേഷം ആ നാട്ടിലേക്ക് വരുന്ന ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഉപ്പ ഇങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടോ എന്ന് ചോദിച്ചു. ചോദിക്കുന്നവരൊക്കെ പറയുന്നതല്ല, എനിക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട്, എനിക്ക് ഇന്നത് അങ്ങോട്ട് കൊടുക്കാനുണ്ട്, ഉപ്പയിൽ നിന്ന് ഞാൻ ഇത്ര കടം വാങ്ങിയിരുന്നു, അതാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ മകൻ ആ സമ്പത്ത് സംഭരിച്ച് 15 ദശലക്ഷം ദീനാറ് അദ്ദേഹത്തിന് ആളുകൾ കടം ഇങ്ങോട്ട് തരാനുണ്ടായിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹം ആരോടും പറഞ്ഞില്ല, മക്കളോട് പറഞ്ഞില്ല അത് ചോദിച്ചു വാങ്ങണമെന്ന്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ്, നമുക്ക് കിട്ടാനുള്ള കടങ്ങളെ പറ്റി നല്ല ഓർമ്മ നമുക്കുണ്ടാകും, പക്ഷേ അങ്ങോട്ട് കൊടുക്കാനുള്ള കടം ഒന്ന് വിട്ടുവീഴ്ച ചെയ്തൂടെ? ഒരാഴ്ച, ഒരു മാസം, ഒരു കൊല്ലം ഒന്ന് മാറ്റി നിർത്തിയാൽ എത്ര പണം ആ മനുഷ്യനുണ്ട്, ഒന്ന് വിട്ടുവീഴ്ച ചെയ്തൂടെ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതേസമയം നമ്മൾക്ക് തരാനുള്ള കടമെത്തുമ്പോൾ നമ്മളത് മറന്നുപോവാണ്. ഈ ഉദാരത മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അറിവിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒരു അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, കുറച്ചൊന്ന് ഏറെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അയാൾ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് ഉപകാരപ്പെടുമെന്ന അറിവ് അങ്ങോട്ട് കൂടുതലൊന്ന് കൊടുക്കുക എന്നുള്ള മനസ്ഥിതിയൊക്കെ നശിച്ചു പോയി. ഒരു ഡോക്ടറോട് രോഗി വന്നിട്ട് അങ്ങോട്ട് ചോദിക്കണം, ഡോക്ടറെ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ? ഡോക്ടർക്ക് മിണ്ടാൻ താല്പര്യമില്ല, കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമില്ല. ഉദാരത ചെയ്യേണ്ട, അറിവ് അങ്ങോട്ട് പകർന്നു കൊടുക്കേണ്ട, ഈ രോഗിക്ക് ഇന്ന മരുന്ന് കഴിച്ചാൽ ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് ആ മരുന്നും കൂടി വേണം എന്നൊന്ന് ഒരു ചെറിയ അറിവ് കൂടി കൂടുതൽ കൊടുക്കാൻ, അങ്ങോട്ട് പകർന്നു കൊടുക്കാനുള്ള ഉദാരത ഇല്ല. നമ്മളുടെ എൻക്വയറികൾക്കൊക്കെ ഇരിക്കും, ഓരോ ഓഫീസുകളിലുണ്ടാവും എൻക്വയറികൾക്ക് ഇരിക്കുന്ന മനുഷ്യന്മാർ. അവരാദ്യം നമ്മൾ ചോദിക്കുന്ന ഫയലിനെ പറ്റി, പേപ്പറിനെ പറ്റി മാത്രമേ സംസാരിക്കുള്ളൂ. അത് ഫില്ല് ചെയ്ത് നമ്മൾ ഒരു ആഴ്ച അതിൻ്റെ പിന്നിൽ നടന്ന് രണ്ടാമത്തെ ആഴ്ച നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ഇത് മാത്രം പോരാ മറ്റേതും കൂടി ഉണ്ടാക്കണം. ആ കാര്യം നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തന്നുകൂടെയില്ല. ആ ഒരു ഉദാരത നമ്മളുടെ മനസ്സിലുണ്ടാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്ക്, പ്രവാചകനോടൊരു സ്വഹാബി വന്നിട്ടൊരു കാര്യം ചോദിച്ചാൽ അതുമായി അനുബന്ധമായ എല്ലാ കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കും. ഒന്നും ചോദിക്കണ്ട, ചോദിച്ചില്ലെങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നാ നർകബുൽ ബഹർ വനഹ്മിലു മഅനൽ ഖലീൽ മിനൽ മാഇ ഫഇദാ തവല്ലഅനാ ബിഹാ അതിഷ്നാ. പ്രവാചകരെ, ഞങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യലുണ്ട്, അപ്പോൾ കപ്പലിൽ കുറച്ച് വെള്ളം ഞങ്ങൾ കുടിക്കാൻ വേണ്ടി എടുക്കും, ശുദ്ധമായ വെള്ളമായിരിക്കും. അതിൽ നിന്ന് ഞങ്ങൾ വുളു എടുത്താൽ ഞങ്ങൾക്ക് പിന്നെ കുടിക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സമുദ്രത്തിൽ നിന്ന് ആ വെള്ളം അപ്പുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വുളു എടുക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഒരുപാട് പണ്ഡിതന്മാർ ശ്രദ്ധേയമായിക്കൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ട് കാണാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, അത്തുഹൂറു മാഉഹു വൽ ഹില്ലു മൈത്തതുഹു. അത്തുഹൂറു മാഉഹു, അതിലെ വെള്ളം ശുദ്ധമാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് വുളു എടുക്കാം. അവിടെ നിർത്തിയില്ല. പ്രവാചകൻ അറിയാം അടുത്ത പ്രശ്നം വരും, അവർ യാത്ര ചെയ്യുമ്പോൾ ഇനി വേറെയും സംശയങ്ങൾ അവർക്ക് വരും. ആ വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ ചത്താൽ, അതിനെ പിടിച്ചിട്ടില്ല, അത് ചത്തിട്ടാണ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ചത്ത മത്സ്യത്തെ തിന്നാൻ പറ്റുമോ? അങ്ങനെയും സംശയം വന്നേക്കാം. ഈ സ്വഹാബി അത് ചോദിച്ചിട്ടില്ല, പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹില്ലു മൈത്തതുഹു, സമുദ്രജീവികൾ ചത്തിട്ടാണെങ്കിലും അത് ഹലാലാണ്. എന്തിനാണ് പ്രവാചകൻ അത് പറഞ്ഞത്? സമുദ്രജീവികളെ പറ്റി അവർ ചോദിച്ചോ? മത്സ്യത്തെ പറ്റി ചോദിച്ചോ? അവർ ഭക്ഷണത്തെ പറ്റി ചോദിച്ചോ? ഇല്ല. പക്ഷെ ഹലാലാണെന്ന് ഒരു പുതിയ അറിവും കൂടി അവരുടെ ചോദ്യത്തിന് അനുബന്ധമായ അറിവും കൂടി അങ്ങോട്ട് കൊടുക്കുകയാണ്. അതാണ് ഉദാരത എന്ന് പറഞ്ഞാൽ. ആ ഉദാരത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. നമ്മളെ മക്കളിൽ നിന്ന് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളതൊക്കെ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ വയസ്സായി മരിച്ചുപോയ കുറേ മാതാപിതാക്കളുണ്ടല്ലോ, അവരോട് നമ്മൾ എങ്ങനെയായിരുന്നു നിലപാട്? ആ നിലപാട് തന്നെയാണോ നമ്മളുടെ മക്കളിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് സിറ്റികളിൽ, വളരെ തിരക്കുള്ള നാടുകളിലൊക്കെ പോയ വളരെ കണിശമായി നമ്മൾ കാണാവുന്ന ഒരു കാര്യമാണ് ഈ തത്ഫീഫ്. ഇങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് കൊടുക്കില്ല. ഈ സ്വഭാവം ഗ്രാമവാസികൾക്ക് കുറവാണ്. പട്ടണത്തിലൊക്കെ, ഒരു സിറ്റിയിൽ പോയാൽ, ഒരു ആളുകൾ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന സ്ഥലത്ത് പോയാൽ ഇത് ഒരുപാട് കാണാം. പരോപകാരശീലം എന്ന് പറഞ്ഞാൽ തീരില്ല. ഒരു വണ്ടി, ഒരു കാറ് വളയാൻ നിൽക്കുകയാണ്, അയാളിങ്ങനെ ഇൻഡിക്കേറ്റർ കാത്തു നിൽക്കുകയാണ്. 100ഓളം വണ്ടികൾ ഇങ്ങനെ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിർത്തുന്നില്ല. കാരണം എന്താണ്? അയാൾക്ക് നമ്മളുടെ ഉദാരത വേണം. നിയമപ്രകാരം നേരെ പോകുന്ന വണ്ടിക്കാണ് നേരെ പോകാനുള്ള അവകാശം.
നമ്മൾ നിർത്തിക്കൊടുത്താലേ ആ വളയുന്ന വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എത്തണം. ഇതാണ് നമ്മളെ ചിന്ത. ഈ ഉദാരത നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളാണ് വളയാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഒരാൾക്കൊന്ന് നിർത്തി തന്നൂടെ എന്ന് നമ്മൾ ചിന്തിക്കും. ഡ്രൈവിംഗ് ആണെങ്കിൽ എല്ലൊട്ടിച്ച വണ്ടി ഉണ്ടാകും. ആ എല്ലൊട്ടിച്ച വണ്ടി ഒന്ന് അവിടെ നിന്ന് പോയാൽ അവിടെ ബഹളമാണ്. നമ്മളിങ്ങനെ ഓണടിച്ചുകൊണ്ടിരിക്കും. നമ്മളും ആ എല്ലൊട്ടിച്ചിട്ട് എവിടെയൊക്കെയോ നിന്ന് പോയി. അങ്ങനെയാണ് നമ്മളും പഠിച്ചത്. ആ സമയത്ത് മറ്റുള്ളവരെ നമ്മൾ പരിഗണിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഉദാരതയില്ല, മറ്റുള്ളവരോട് ഉദാരതയില്ല. ഇത് തത്ഫീഫാണ്. ഈ തത്ഫീഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തത്ഫീഫുള്ള ഒരു സമൂഹത്തെ പറ്റി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. ശുഐബ് നബിയുടെ സമൂഹം. ശുഐബ് നബിയുടെ സമൂഹം എന്ന് പറഞ്ഞാൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച സമൂഹമാണ്. അസ്ഹാബുൽ ഐക്കത്തിൽ മുർസലൂൻ എന്നും ഇലാ മദിയന അഹാഹും ശുഐബ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അസ്ഹാബുൽ ഐക്കത്ത് അല്ലെങ്കിൽ മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ ഗോത്രം, ആ ഗോത്രക്കാരുടെ പ്രത്യേകത അവർ മുത്തഫിഫീങ്ങളായിരുന്നു എന്നുള്ളതാണ്. അവർ കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചിരുന്ന ആളുകളായിരുന്നു. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കച്ചവടത്തിൽ കൃത്രിമം അവരുടെ ജീവിതത്തിൽ കച്ചവടത്തിൽ ഒതുങ്ങി നിന്നില്ല. ഒരു കാര്യത്തിലും പരോപകാരമില്ലാത്തവരായി അവർ മാറി എന്നുള്ളതാണ്. ശുഐബ് നബി ചോദിക്കേണ്ടത്, യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഊഫിൽ മക്യാല വൽ മീസാല ബിൽ ഖിസ്ത്, നീതിയോടുകൂടി നിങ്ങൾ അളക്കൂ. നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ, തൂക്കിക്കൊടുക്കുമ്പോൾ നീതി പാലിക്കൂ. വലാ തബഖസുന്നാസ അശ്യാഅഹും, ജനങ്ങൾക്ക് കൊടുക്കേണ്ട നന്മയൊന്നും അവരുടെ അവകാശമൊന്നും നിങ്ങൾ ഹനിക്കരുത്. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. അദ്ദേഹം പറഞ്ഞ വാചകം നോക്ക്, ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് അല്ല ബാക്കിയാക്കി തരുന്ന ബർക്കത്താണ് ഖൈറ്. ബുദ്ധിപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകിയാൽ നമുക്ക് നഷ്ടമാണ്. ഒരു റോട്ടിൽ നമ്മൾ സൈഡാക്കുന്ന ആൾക്ക് മുൻഗണന നൽകിയാൽ അയാൾ വളയുന്നവരെ കാത്തിരിക്കേണ്ടി വരും. നമുക്ക് കുറച്ച് നഷ്ടമുണ്ട് സമയം. നമ്മൾ കച്ചവടത്തിൽ കുറച്ചൊന്ന് കൂട്ടിയിട്ട് അയാൾക്ക് കൊടുക്കുമ്പോൾ, പൂർത്തീകരിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നഷ്ടം നമുക്ക് ബുദ്ധിപരമായി ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ബുദ്ധിയിലും കണക്കിലും ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മളുടെ സമ്പത്തിൻ്റെ ബറക്കത്ത്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും കൂടി കിട്ടുന്നതാണ്. ആ സമയം നമ്മളൊന്ന് കാത്തു നിന്ന് അയാൾക്ക് മുൻഗണന നൽകി, അയാൾക്ക് സീറ്റ് നൽകി, അയാൾക്ക് ഉദാരത നൽകി നമ്മൾ കൊടുക്കുന്നതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും. നമ്മളെ അതുപോലെ പരിഗണിക്കുന്ന മനുഷ്യന്മാരെ അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമ്മളോട് ഇങ്ങോട്ട് ഉദാരത ചെയ്യുന്ന, നമ്മളോട് ഇങ്ങോട്ട് നന്മ ചെയ്യുന്ന മനുഷ്യന്മാർ നമ്മളെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് അള്ള തരുന്നതാണ് ഖൈറ് എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം അദ്ദേഹം പറയാണ്. ശുഐബ് നബിയുടെ ജീവിതത്തിലും ഇതന്നെ നമുക്ക് കാണാൻ സാധിക്കും. ശുഐബ് നബിയെ സംബന്ധിച്ചിടത്തോളം വയസ്സായി, അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്ന സമയത്ത് ആണ് മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. വിശുദ്ധ ഖുർആൻ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഫലമ്മ വറദ മാ മദിയൻ, മൂസാ നബി മദിയനിലേക്ക് ചെല്ലാണ്, ശുഐബ് നബിയുടെ സ്ഥലത്തേക്ക്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട ആദ്യത്തെ കാഴ്ച, വജദ അലൈഹി ഉമ്മത്തും മിനന്നാസി യസ്ഖൂൻ, കുറേ ആളുകൾ ആടിനെ കൊണ്ടുപോയിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വവജദ മിൻ ദൂനിഹിം ഇംറഅതീനി തദൂദാൻ, അവിടെ 2 പെണ്ണുങ്ങൾ മാറി നിൽക്കുകയാണ്. അവർക്ക് ഉശിരില്ല, അവർക്ക് കഴിവില്ല, അതുകൊണ്ട് അവർക്ക് ഉദാരതയില്ല. ആ മനുഷ്യന്മാരുടെ തത്ഫീഫിനുകളൊക്കെ കച്ചവടത്തിൽ ഒതുങ്ങിയെന്നില്ല. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന മദിയനുകാർ അവരുടെ ജീവിതത്തിൽ മുഴുവൻ അത് പ്രതിഫലിച്ചിരുന്നു. ഒരു പെണ്ണിന് 2 പെണ്ണുങ്ങൾ ആടിനെയും കൊണ്ടുവന്നപ്പോൾ ഒന്ന് മാറി നിന്ന് ഉദാരത കാണിക്കാനുള്ള മനസ്സവർക്കില്ല. അവരുടെ ആടുകളെ കൂട്ടം കൂട്ടമായി അവർ കുടിപ്പിച്ചങ്ങനെ പോവാണ്. അപ്പോൾ ആ ഉദാരത നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനിടയിൽ ഉദാരവാനായ തത്ഫീഫിനെതിരെ സംസാരിച്ച ശുഐബ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുത്തനായ മൂസാ നബി അലൈഹിസ്സലാമെ കൊണ്ടെത്തിച്ചു തന്നു. നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര ഉദാരത കാണിക്കുന്നു, മറ്റുള്ളവനെ മുൻഗണന നൽകുന്നുവോ, നമ്മളുടെ കുടുംബത്തിലാകട്ടെ, പെരുമാറ്റത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, എന്തിലും നമുക്ക് നഷ്ടം വരില്ല. നമുക്ക് നഷ്ടമാണ്, നമ്മളുടെ തലയിൽ ആളുകൾ കയറി നിരങ്ങും, എല്ലാം നഷ്ടമാവും, ലാഭം ഉണ്ടാവില്ല എന്നൊന്നും ചിന്ത നമുക്ക് വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി ബർക്കത്ത് നൽകും. മൂസാ നബി അലൈഹിസ്സലാമയെ പോലെയുള്ള മനുഷ്യന്മാരെ കൊണ്ടുവന്ന് നൽകും. മൂസാ നബി വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? മാ ഖത്ബുക്കുമ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുടിപ്പിക്കാൻ കഴിയില്ല, ഇവരൊക്കെ കഴിഞ്ഞാലേ ഇവർ മാറിത്തരുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി സ്ത്രീകളല്ലേ എന്ന് വിചാരിച്ച് ഉദാരത ചെയ്യാൻ ഇവർ നിൽക്കില്ല. മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ കരുത്തും ഉപയോഗിച്ച് ആളുകൾക്കിടയിലൊക്കെ അത് കൊണ്ടുപോയി ആ പെണ്ണുങ്ങളുടെ ആടിനെ കുടിപ്പിച്ചു. ഒരു പ്രതിഫലം ചോദിക്കാതെ മാറി നിന്നു.
എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾ നോക്ക്, അള്ളാഹു സുബ്ഹാനഹു തആല ഉദാരവാനായ ഒരു മനുഷ്യനെ, കരുത്തനായൊരു മനുഷ്യനെ, ഒന്നിനും കഴിയാത്ത 2 പെൺകുട്ടികളുമായി ഉദാരത, ജീവിതം മുഴുവൻ ഉദാരത പറഞ്ഞ് ജീവിച്ച മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവന്നതുപോലെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സമൂഹത്തിലെ എല്ലാ മേഖലയിലും സ്വാധീനിക്കുന്ന ഒരു സൂറത്താണ് മദീനയിൽ ആദ്യമായിട്ട് ഇറക്കിയത് അള്ളാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് തന്നെ മദീന നിവാസികൾ, അൻസാരികളുടെ സ്വഭാവവും നിങ്ങൾ നോക്കൂ, മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്ന മനുഷ്യന്മാരാണ്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. ഹിജ്റ ചെയ്ത് വന്ന മുഹാജിറുകൾക്ക് സ്വന്തം വീടും സമ്പത്തും എല്ലാം പങ്കുവെച്ചു കൊടുത്ത, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, ഇല്ലായ്മയുണ്ടെങ്കിൽ പോലും മറ്റുള്ളവന് മുൻഗണന നൽകുന്ന ഉദാരവാന്മാരായ മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു തആല മുഹാജിറുകൾക്ക് കൊടുത്തു. അതിനുള്ള ഏറ്റവും വലിയ പ്രേരണയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ മുത്തഫിഫീൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന, മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്ന വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഇന്ന് നമ്മളുടെ പള്ളിയിലെ കളക്ഷൻ, നമ്മളുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതും ഉദാരതയെ പറ്റിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക്, സമൂഹത്തിന് വേണ്ടി പ്രാധാന്യം നൽകുകയും അവർക്ക് മുൻഗണന നൽകുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്തരത്തിൽ സഹായങ്ങൾ വേണ്ട, നമുക്ക് ആവശ്യങ്ങളുള്ള സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായവും ഉദാരതയും മറ്റു മനുഷ്യന്മാരിലൂടെ, സമൂഹത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഈ ദാനധർമ്മം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആൻ അൻസാരികളെ പറ്റി പറഞ്ഞപ്പോൾ അവസാനമായി പറഞ്ഞത്, അവർ മറ്റുള്ളവരെ സ്വന്തത്തേക്കാൾ മുൻഗണന നൽകുന്ന അൾട്രൂയിസം എന്ന് പറയുന്ന സ്വഭാവത്തിൻ്റെ മാതൃകയാണവർ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണ്, വമൻ യൂഖ ശുഹ നഫ്സിഹി, സ്വന്തം മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് ആരെങ്കിലും സംരക്ഷിക്കപ്പെട്ടാൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അത് ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ നമുക്കൊരു നഷ്ടവും വരില്ല. അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമുക്കുണ്ടാവും ജീവിതത്തിൽ. നമ്മളൊരു വഴിയിൽ പോവുകയാണെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനെ തിരക്കൂട്ടി ഒരു മനുഷ്യനെ ഇടങ്ങേറാക്കുകയാണെങ്കിൽ അയാൾക്കൊന്ന് വഴി ഇട്ടു കൊടുക്കുക. നമുക്ക് കുറച്ച് നേരം വൈകുമെങ്കിലും അവിടെ അള്ളാഹു ചിലപ്പോൾ ആ നേരം വൈകിയ സമയം കൊണ്ട് എന്തെങ്കിലും ബർക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കും. നമ്മൾ കുറച്ച് സമയമെടുത്തൊരു മനുഷ്യന് ഉപകാരം ചെയ്യേണ്ടി വരും, എൻ്റെ സമയത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാലും അയാൾക്ക് വേണ്ടി മാറിയിരുന്ന് സഹായം ചെയ്യാൻ നമ്മൾ ഒരുങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള ബർക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കും. നമ്മളെ കച്ചവടത്തിൽ നമുക്ക് കുറച്ചൊക്കെ ലാഭം കുറയും എങ്കിൽ പോലും ഒരു മനുഷ്യനെ സഹായിക്കുന്ന കാര്യമാണെങ്കിൽ അത് സഹായിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ കച്ചവടത്തിലും നമ്മുടെ സമ്പത്തിലും ബർക്കത്ത് നൽകും. ഈ ഒരു വിശ്വാസമാണ് ശുഐബ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ കണക്കുകൾ മാത്രം നോക്കല്ലേ, നിങ്ങൾ ദുനിയാവ് മാത്രം നോക്കല്ലേ, ദുനിയാവിലെ ബുദ്ധിപരമായ പ്ലാനിങ് മാത്രം നിങ്ങൾ എടുക്കല്ലേ, ജീവിതത്തിന് അതിനപ്പുറവും കുറേ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നുള്ള ആ വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, രഹസ്യം പരസ്യമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.